അപ്പം അന്ന് പറഞ്ഞ പോലെ തന്നെ എന്നെ ഇവിടെയാണ് ഞാൻ കാണുന്നത്. ഞാൻ ഇവിടെ നോക്കി കാര്യം പറയാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്നും ശ്രദ്ധിക്കേണ്ട എന്നല്ല, എന്നെ ശ്രദ്ധിക്കണം, വേറൊന്നും ശ്രദ്ധിക്കേണ്ട. അപ്പം ഞാൻ ഇന്ന് സെപ്റ്റംബർ 13 എന്ന് വെച്ചാൽ പൂരാടത്തിന് എടുത്തു വെച്ച വീഡിയോ ഞാൻ ഇൻട്രോ പറയുന്ന ഇന്ന് ഈ ദിവസം എന്ന് പറയുന്നത് സെപ്റ്റംബർ 30 കേട്ടോ. അപ്പം ഞാൻ ഇത് ഒക്ടോബർ 1 പോസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് പ്രസന്റ് ചെയ്യേണ്ട രീതി അതെനിക്ക് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. അതാണ് ഞാൻ ഈ വെച്ച് ലാഗ് എടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ തന്നെ കണ്ട അഭിപ്രായം പറയും. അപ്പം ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു ഓണപ്പരിപാടി നടത്തിയിരുന്നു നമ്മുടെ പിള്ളേരൊക്കെ ആയിട്ട്, ട്യൂഷൻ പിള്ളേരൊക്കെ ആയിട്ട്. അപ്പം കൊച്ചു പരിപാടിയാണെങ്കിലും ഞങ്ങൾക്ക് വലിയ പരിപാടിയായിരുന്നു. അപ്പോൾ അവരുടെ സന്തോഷം കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഹായ്. നമ്മൾ കുറച്ച് ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരതൊക്കെ ചെയ്ത് നോക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ പിറ്റേത്തേക്കുള്ള സാധനം വാങ്ങിക്കാൻ ഞാനും ഉണ്ണിയും കൂടെ പോയി. അങ്ങനെ നമ്മൾ പേപ്പർ കപ്പ്, വേണ്ട സാധനങ്ങൾ, ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം കൂടെ വാങ്ങിച്ച് ഉണ്ണിയുടെ ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തിരുന്നു. അതൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്ന് അത് കഴിഞ്ഞ് നമ്മൾ ഇവർക്ക് വേണ്ടി ഒരു കുട്ടി ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഉണ്ണിയും കൂടെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ലച്ചു നന്ദാവിൻ്റെ ഏകദേശം അതിൻ്റെ പരിപാടികളെല്ലാം സെറ്റ് ചെയ്തിട്ടിരിക്കുമായിരുന്നു. അതായത് നമ്മളൊരു കുഞ്ഞ് അത്തപ്പ് വരച്ച് എനിക്ക് പിറ്റേന്ന് ഈ പരിപാടിയുടെ അന്ന് തന്നെ എനിക്ക് കോളേജിലെ പരിപാടിയായിരുന്നു. അപ്പം അതിനും പോകണം ഇതിനും വരണം. അതുകൊണ്ട് നമ്മളെല്ലാം മാക്സിമം തലേന്നേ തീർത്തായിരുന്നു. പിന്നെ പൂ കിട്ടുമെന്ന് ഡൗട്ട് കാരണം നമ്മൾ തോരണമൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തായിരുന്നു. അങ്ങനെ എല്ലാവരും കൃത്യ ടൈമിൽ നമ്മുടെ പരിപാടിയുടെ അന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സരിത ചേച്ചിയൊക്കെ പകുതി ഹാഫ് ഡേ ലീവ് വരെ എടുത്തിട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ ഈശ്വര പ്രാർത്ഥന എന്നങ്ങ് തുടങ്ങി. ഇപ്പോൾ നമുക്ക് 10-16 ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് മൊത്തം ഒന്നും ഇടാൻ വയ്യാത്തത് കുറച്ച് അതിൻ്റെ പാർട്സ് മാത്രം കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. വലിയവരാണെങ്കിലും കുഞ്ഞുള്ളവരാണെങ്കിലും എല്ലാവരും ഒന്നിനൊന്നും മെച്ചത്തോടെ ആ വാശിയോടെ തന്നെ ഗെയിംസ് ഒക്കെ കൈകാര്യം ചെയ്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ ഗിഫ്റ്റ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഇത് ഫുൾ സർപ്രൈസ് ആയിരുന്നു. ഇവർക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ എക്സൈറ്റ്മെന്റും ആർക്ക് എന്താ കിട്ടിയതെന്ന് അറിയാനുള്ള ആ സന്തോഷം അതും ഇതൊക്കെ ആയിരുന്നു. അത് നമ്മുടെ കലാശക്കൊട്ടായിരുന്നു.